ഞങ്ങളെ ഇത് കാര്യമില്ല, ലാസ്റ്റ് ക്ലൈമാക്സ് ഒട്ടി നാളെ ഇത് കിട്ടൂല്ലോ എന്നാ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളെ യാത്രയിൽ അവസാനത്തെ ബീഫ് ബിരിയാണി ആവും റബ്ബേ ഇത്. ഒരു തീരുന്നില്ല. അങ്ങനെ ചെങ്കളെ നമ്മളെ നാളെ നമ്മുടെ കാശ്മീരിനോടും ശ്രീനഗറിനോടും ശ്രീനഗർ ഡയറിയോടൊക്കെ ഇവിടെ പറയുമ്പോഴേ ബീഫ് ബിരിയാണി അവസാന നിമിഷത്തിൽ അടികളിലാണ്. ഇന്ന് നൈറ്റ് അടിയാണ് അടിക്കാൻ പോണത്. അൻസാർക്ക് നോക്കി മെയിൻ്റെ യാത്രയാണ് അടിക്കണത്. എന്താ അതൊക്കെ ചെമ്പ് കാലിയാക്കി വെച്ചിരിക്കുകയാണ്. അതാ ചെങ്കളെ നാളെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി രാവിലെ. ഇനിയിപ്പോൾ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണി നീ ലെവലിൽ കിട്ടൂല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ നല്ല തനി നാടൻ കേരള. താപ ഇബ്രും ജാവും നിങ്ങൾ നോക്കണമെന്നല്ല ജാതി അടി അടിക്കുന്നത്. നാളെ എന്തേക്കാറ് ബ്രോ? നാളെ നൈറ്റ് മുതൽ ഞങ്ങൾ വീണ്ടും ആരംഭിക്കും. ഏത് ഉരുളകിഴങ്ങ് തക്കാളി, പിന്നെന്തേനി നമ്മളെ സ്ഥിരം പരിപ്പ്, പിന്നെ കടല, പിന്നെ ചെറുപയർ, നമ്മൾ ആസ് യൂഷ്വൽ. കഴിക്കൂ ജിലേബി ലഡുവും കഴിക്കൂ, അല്ലെങ്കിൽ ബീഫും ബിരിയാണിയും കഴിക്കൂ. അത് നോക്കിയാണികൾ ഇതിനൊക്കെ നമ്മളെ കാശ്മീരിൽ വന്ന് കണ്ടൊരു ബീഫ് ബിരിയാണിയൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാലേ നമ്മൾ ഡയറീസ് തന്നെ വരണം. അത് നല്ല നാടൻ ജാതി, അതും കേരള സ്റ്റൈൽ. നമ്മളെ ആശാൻ്റെ ഫുഡ്. ആശാ ഒരുക്കണോ ഈ ഞാൻ ബീഫാണ് കിട്ടിയെങ്കിലും പിന്നെ മെയിൻറ്റെയിൻ അല്ല. കഴിക്കല്ല നമുക്കെന്നാ കുറച്ച് എന്ത് ചെയ്യുക, ഇതിന് പിടിക്കുക, ഇത് നെയ്സിൽ ഒന്നിങ്ങോട്ട് അത് തന്നെ പിടിക്കുക, ചെറിയൊരു പിടുത്തം ഇതും പിടിക്കുക. ഇനി വേറൊരു പരിപാടി ഉണ്ട്. നിങ്ങൾ പിടിച്ചിട്ട് ഒരു ഉരുള എടുക്കുക. ബിസ്മില്ലാ. എന്നിട്ട് മുളക് എടുക്കുക. ഒറ്റക്കാടി തന്നെ നോക്കിയാണീ ഒരു ചെമ്പാണ് കാലിയായി കിടക്കണേ. എന്താ ഇപ്പോൾ ഇബ്രുവിൻ്റെ അവൻ്റെ ഒരു പൗസാക്ക് അടിച്ച് കയറ്റിട്ടേ ചില്ലറ കളി കളിക്കണൊക്കെമാര്. ഞങ്ങളെ ഇത് കാര്യമില്ല, ലാസ്റ്റ് ക്ലൈമാക്സ് ഒട്ടി നാളെ ഇത് കിട്ടൂല്ലോ എന്നാ. ബീഫും കൂട്ടിയുള്ള കളിയാണ് ചെമ്പിലേ. വേറെ ആര് കഴിച്ചു ജാതി അടി, ചെമ്പിലടി. നോക്കിയാണെങ്കിൽ ബീഫിൻ്റെ പീസൊക്കെ ഇങ്ങനെ ചെറിയൊരു പിടുത്തെടുക്കുക, ഇരിക്കണം ആക്കുക, നാരങ്ങ പിയ്യുക, അച്ചാറൊരു ചെറിയ പിടുത്തം, ഇതാ ഒരു മുളകും പീസ് ഒക്കെമാരൊക്കെ അടിച്ച് കിറിങ്ങി നിൽക്കണേ. അപ്പോൾ ക്ലൈമാക്സ് നമ്മൾ ചെമ്പിലാണ് കുറി. മാഷാ അല്ലാഹ്.